Good evening, everyone. Good morning to all my YouTube viewers. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്കിന്നും ആരംഭിക്കാം. ഓരോ ദിവസവും നമുക്ക് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല ചിന്തകളുമാണ് ഉണ്ടാവുന്നത് എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. ക്യാപ്സൂൾ കഴിക്കാനാവില്ല, പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. തന്നിട്ടില്ല നിങ്ങളെ കയ്യിൽ, പിന്നെ മുമ്പേ കഴിക്കുന്നതിനാ? നിങ്ങൾ വാങ്ങിച്ചു വെച്ച വേണ്ട, ഞാൻ തന്നത് കഴിച്ചോ. വെയിറ്റ്. അപ്പോ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നതും അതുപോലെ തന്നെ അതേ ചിന്തയിലൂടെ പോയി കിടന്നുറങ്ങുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ദിവസങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഞാന് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും പെട്ടെന്ന് പോയെന്ന് വെച്ചാല്, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഒരു മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് കുറെ ദിവസങ്ങളായി അവരെ ക്ലാസ്സിലൊന്നും കാണാറില്ല, അപ്പോ ഇന്ന് ക്ലാസ്സിനെ പറ്റി വീണ്ടും വിശദമായി എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു ബാച്ച് ഒരു സ്റ്റുഡന്റ് മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് കുറച്ച് ദിവസം ഭയങ്കര ദുരനുഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയത്. കാരണം അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. അവര് നമ്മുടെ സ്റ്റുഡന്റ് ആണ്, പക്ഷെ കുറെ ദിവസമായിട്ട് അവർ ക്ലാസ്സിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതൊന്ന് ശരിക്കും ചെക്ക് ചെയ്യാനുണ്ട്. നാളെ നേരിട്ട് വിളിച്ച് സംസാരിക്കണം. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് അങ്ങോട്ട് പോയത്. രണ്ടാമത് ഒരു മിനിറ്റ് അതിനു വേണ്ടി മാത്രമല്ല പോയത്. ഇവിടെ അഡ്മിൻ ഒരു പോസ്റ്റ് ഇട്ടു, ഒറ്റ യൂസിൽ റിസൾട്ട് അനായാസേന ധന നേട്ടം. അല്ലെ, നിങ്ങൾക്ക് ധനം കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? അതും കൂടി അറിഞ്ഞിട്ട് ബാക്കി പറയാം. നിങ്ങൾക്ക് ധനം കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? പറയും, നോക്കട്ടെ, എന്നാ പറയാം, എന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ റിസൾട്ട് വരുന്ന സംഭവം തരണോ തരണ്ടേന്ന് നിങ്ങൾ പറയുന്നത് നോക്കട്ടെ. സാറിന്റെ 2 ക്ലാസ്സിൽ കയറും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യല്ലേ, അൺമ്യൂട്ട് ശബ്ദം. യെസ്, അത് കറക്റ്റ്. സാറ് പറഞ്ഞ പോലെ എത്ര പേര് അതിന് റെഡിയാണെന്ന് പറയും, എന്നാ മാത്രമേ കാശ് തരുള്ളൂ. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്. അപ്പൊ അതൊന്നും കൂടി ചിന്തിക്കാൻ വേണ്ടി പോയതാണ്. എന്ത് നൽകിയാൽ നിങ്ങൾക്ക് നാളെ മുതൽ കാശ് വരാൻ പറ്റും എന്നുള്ള ഒരു സാധനം തരുന്നത്. എനിക്ക് നിങ്ങൾ കാശായിട്ട് തരണ്ട, നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് കൂടുതൽ ബെറ്റർ ആയിട്ട് കാശ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അത് മാത്രം പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും പലപ്പോഴായി നേടിയിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ വെള്ളാരം കല്ല് കയ്യിൽ പിടിച്ചപ്പോ പല മിറാക്കിളുകളും സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറയും. ഇന്നൊരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, അത് എന്നെ കുറെ നേരം ഇരുത്തി ചിന്തിപ്പിച്ചു. അവർ ക്ലാസ്സിലൊന്നും പങ്കെടുത്തിട്ടില്ല, യൂട്യൂബ് കാണുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിൽ அவங்க പങ്കെടുത്തിട്ടുണ്ട്. അവർ എനിക്ക് അയച്ച മെസ്സേജ് എന്നെ കുറെ നേരം ചിന്തിപ്പിച്ചു. ഒരു വലിയ പാരഗ്രാഫാണ് എഴുതിയിരിക്കുന്നത്, മംഗ്ലീഷിലാണ്. അതുകൊണ്ട് വായിക്കാനും ഒരുപാട് സമയം എടുത്തു. എനിക്ക് ഈ മംഗ്ലീഷ് വായന എനിക്ക് അത്ര ഈസി അല്ല. മുഴുനീളം കംപ്ലൈൻസുകളാണ് അവർ പറഞ്ഞത്. അവർ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിലെല്ലാം അവർ പറഞ്ഞു, സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് 500 രൂപയുടെ ലോട്ടറി അടിച്ചു ആദ്യം, പിന്നെ 1000ന്റെ അടിച്ചു, വീണ്ടും 500ന്റെ അടിച്ചു, പിന്നെ 2000ത്തിന്റെ ലോട്ടറി അടിച്ചു, പിന്നെ 5000ത്തിന്റെ ലോട്ടറി അടിച്ചു, പിന്നെ 25,000 രൂപയുടെ ലോട്ടറി അടിച്ചു. എന്നിട്ടും ഇത്രയും കിട്ടിയപ്പോ ആ ലോട്ടറി അടിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും പറയാൻ അവർക്ക് സാധിച്ചില്ല, തോന്നിയില്ല. ഞാൻ ഇതിനു മുമ്പ് നമ്മള് ഇതേ കാര്യം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടായ ഒരു വീഡിയോ ആണ്, ലോട്ടറി അടിച്ച് എന്തുകൊണ്ട് ആൾക്കാർക്ക് കാശുകാരനാവാൻ പറ്റുന്നില്ല എന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ക്ലാസ്സിൽ എടുത്തതിന്റെ ഭാഗം നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്തപ്പോൾ ഇപ്പൊ 172,000 പീപ്പിൾ അത് കണ്ടിട്ടുണ്ട്. അവരെല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 175 ഷെയർ ആ വീഡിയോക്ക് ഉണ്ടായിട്ട് ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞത് ഇത്ര തന്നെയാണ്, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ മണി നിങ്ങൾക്ക് ഗുണകരമായി മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് നിൽക്കില്ല, നിങ്ങൾക്ക് ഗുണകരമാവില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഇനിയിപ്പോ അത് ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് ഈ ഇതെല്ലാം കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ അടുത്ത് പൂജിച്ച് തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസിന്റെ ഒരു PDF തന്നു. അത് അത്രയും ശ്രദ്ധിക്കുക. ആൾക്കാർ വാങ്ങിക്കാത്തിടത്ത് വാങ്ങിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക ദിവസം എന്ന് ആദ്യം ഓർമ്മിപ്പിക്കുക. കാരണം ആ ഒരു മെസ്സേജ് വന്നതിലാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട്. പരാതി പറയില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്നായിരിക്കണം ജീവിതം തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് ധനത്തിലേക്ക് തന്നെ വരാം, കാരണം ഞാനത് കൂടുതൽ സമയം അതുമായി പറഞ്ഞു പോകുന്നില്ല. ഒറ്റ യൂസിൽ റിസൾട്ട് നൽകുന്ന ഒരു, അല്ലെങ്കിൽ ഒരു അനായാസമായി ധനം ലഭിക്കുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് റെഡിയാണെങ്കിൽ ഇത് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും മണി നേടാനും, അതിലൂടെ ദിനേശ് സാറിന് കൂടെ കൂടി കുറച്ചും കൂടി ക്ലാസ് പഠിക്കാൻ തയ്യാറായവർ ഒന്ന് ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക. ഓക്കെ, റെഡിയാണല്ലോ എല്ലാവരും? ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളാം. ടാബ്ലറ്റ്സ് പുതിയതായി വരുന്നവർക്ക് ടാബ്ലറ്റ്സിന്റെ പേരാണ്, ടൈപ്പ് ചെയ്ത് കാണിച്ചു തന്നാല്, ഐ ആം റെഡി ആൻഡ് ഹാപ്പി. ഐ ആം റെഡി ആൻഡ് ഹാപ്പി. ഇത് യൂട്യൂബിൽ കണ്ട എല്ലാവരും രാവിലെ ടൈപ്പ് കാണാം. അതുപോലെ നിങ്ങൾ ചെയ്തത്രയും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇത് ശരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഐ ആം റെഡി ആൻഡ് ഹാപ്പി എന്ന് പറയുന്നു. ഞാൻ സന്തോഷത്തോടു കൂടി തയ്യാറായിരിക്കുന്നു എന്നാണ്. എന്തും സ്വീകരിക്കാൻ ഞാൻ സന്തോഷത്തോട് തയ്യാറാവുന്നു. ഈ തയ്യാറാവൽ എപ്പോഴാണോ നമ്മൾ നടത്തുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാവുകയുള്ളൂ, പ്രോഗ്രാം ചെയ്യപ്പെടുള്ളൂ. ഇവിടെ ഞാൻ ഇന്നലെ സംഭവിച്ചത്, ഇവിടെ ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചാറ്റ് ബോക്സിൽ മറ്റ് കഥനകഥകൾ എഴുതുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം മാറ്റണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാവുക തന്നെ വേണം എന്നുള്ളത്. പോരാ, ആൾക്കാർ വളരെ കുറവാണ് ടൈപ്പ് ചെയ്തിരിക്കണം. എന്താ ഇത്രയും ആൾക്കാർ? ബാക്കിയെല്ലാം മടുത്തോ? ഇല്ലല്ലോ, പോരട്ടെ. റെഡി ആവാത്തവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. റെഡി ആയവർ നിൽക്കാം. ഇനി മറ്റൊരു കാര്യം സന്തോഷത്തോട് പറയാനുള്ളത്, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സും 10 സീക്രട്സ് ഓഫ് മണി എന്ന് പറയുന്ന കോഴ്സും ഉടനെ തന്നെ തുടങ്ങുകയാണ്. പുതിയ 2 കോഴ്സുകളാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ ഉള്ള കാശൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതൊന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ റിസൾട്ട് എടുക്കുക. ലൈവ് ക്ലാസ്സും ഉണ്ടാവും, റെക്കോർഡഡും ഉണ്ട്. രണ്ടും കൂടിയുള്ള ക്ലാസ് ആണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ അമേസിംഗ് ആയിട്ട് റിസൾട്ട് എടുക്കുക എന്നുള്ളത് ഓർമ്മിക്കാൻ. രണ്ടാമത്തെ പുതിയൊരു കോഴ്സാണ് 10 സീക്രട്സ് ഓഫ് മണി എന്ന് പറയുന്നത്, പണത്തിന്റെ 10 രഹസ്യങ്ങൾ. അത് വാട്സപ്പ് ക്ലാസ് ആണ്. അതും ഓൾറെഡി അഡ്മിന്മാർ പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് ജോയിൻ ചെയ്യുക. ചെറിയ പൈസയെ അതിന് വാങ്ങിക്കുന്നുള്ളൂ. അത് ചെയ്യുക. എന്നിട്ട് മണിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബിസിനസ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബിസിനസ് ക്ലാസ് ജോയിൻ ചെയ്യുക. ഇന്ന് ബിസിനസ് ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ 9 മണിക്ക് ബിസിനസ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലെ. നമ്മുടെ അഡ്മിന്മാരായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ നമ്മുടെ തിരുവനന്തപുരം പ്രോഗ്രാം വന്നവർക്ക്, അവർക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ടെക്നിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് ബോണസ് ആണ് ഈ പരിപാടി. കാരണം ഈ ടെക്നിക്ക് ഞാൻ തിരുവനന്തപുരത്താണ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പോ ഇവിടെ കിട്ടുന്നത് ഭാഗ്യം, ഇവിടെ തിരുവനന്തപുരത്ത് വരാത്ത ആരോ ഭാഗ്യം ചെയ്തവരിവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കിട്ടുന്നത്. അതുപോലെ യൂട്യൂബിൽ എല്ലാവർക്കും നാളെ ഇത് കാണാം. അപ്പോൾ അവരോടുള്ള ഒരു ഒരു റിക്വസ്റ്റും, നിങ്ങൾക്ക് തരാൻ വന്ന കാര്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങളുടെ പെർമിഷനോട് കൊടുക്കുകയാണ്. കാരണം നമുക്കെല്ലാവരും ഒരുപോലെയാണല്ലോ അല്ലെ. കാശ് തന്നവർ കാശ് തരാത്തവരൊക്കെ ഒരുപോലെയാണ്. പക്ഷെ എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കാൻ, ആർക്കൊക്കെ റിസൾട്ട് എടുക്കാൻ പറ്റുന്നു അവരാണ് ഭാഗ്യവാനെന്നത്. യെസ്, ലക്കിയായ ആൾക്കാർ ലക്കിയാവട്ടെ. നിങ്ങൾ ബാക്കിയുള്ളവരെ കേട്ടെ. അപ്പൊ എല്ലാവരും തയ്യാറായി നിൽക്കുക. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വരുന്ന മാസങ്ങളിൽ ആവശ്യമുള്ള ഒരു സാധനമായത്. ഇപ്പോഴല്ല, ഒരു മാർച്ച് ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചുകൊണ്ടുള്ള പണിയായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതെല്ലാ ദിവസവും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം അതില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. റെഡി ആണല്ലോ എല്ലാവരും? ഒന്നുകൂടി ടൈപ്പ് ചെയ്തേ റെഡി ആണെങ്കിൽ. അവരവരുടെ പേര് റെഡിയാണ്. ഫിലോമിന റെഡി, ശോഭന റെഡി, സത്യഭാമ റെഡി. എല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞ് റെഡി ആയിക്കോ. ഈ കല്ലിങ്ങനെ കിട്ടാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ കല്ല് തന്ന ആൾക്ക് സ്പെഷ്യൽ താങ്ക് യു. കാരണം എന്ത് രസമാണെന്നറിയത്, ഈ കല്ലിന്റെ ഒരു നമ്മള് എന്താ പറയാ, ഡയമണ്ട് കയ്യിൽ പിടിച്ചതിന്റെ വാല്യൂ ആണ് ഈ സാധനത്തിന്. യെസ്, റെഡി ആയിക്കോ. ഓക്കെ,
ചെയ്യാൻ പോകുന്ന കാര്യം ഒറ്റ യൂസിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ദിവസവും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ, അതാണ് ഒറ്റ യൂസ് എന്ന് പറയുന്നത്, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വീട്ടിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ തന്നെ നമുക്കത് ചെയ്ത് തുടങ്ങാം. ഇന്ന് ചെയ്തു തുടങ്ങാം. നാളേക്ക് റിസൾട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലാണുള്ളതെങ്കിൽ നിങ്ങൾ ഉടനടി പോയി എടുക്കേണ്ട ഒരു സാധനമാണ് ഒരു ഹാൻഡ് കർച്ചീഫ്. നിങ്ങളെ വീട്ടിൽ ഒരു ഹാൻഡ് കർച്ചീഫ്, നിങ്ങൾ നിത്യം ഉപയോഗിക്കുന്ന ഹാൻഡ് കർച്ചീഫ് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരും. ചാടി കൂടി വന്നു. നല്ലതായിരിക്കണേ, വൃത്തിയുള്ളതായിരിക്കണേ. 15 ദിവസമായിട്ട് കഴുകാത്തൊന്നും എടുത്തിട്ട് വന്നേക്കരുത്. എനിക്കവിടെ സ്മെല്ല് വരും. അതുകൊണ്ട് ഹാൻഡ് കർച്ചീഫ് ഉള്ളവരെല്ലാം പോയി എടുത്തിട്ട് വന്നോളൂ. ഷോപ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ ഹാൻഡ് കർച്ചീഫ് ഉണ്ടാവുമല്ലോ. ഷോപ്പിലാണ് സാർ. ഉള്ളവർ കൊണ്ടുവരട്ടെ. സ്നേഹ പൂജാരി പോയി ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് പോവാ ഇപ്പൊ തന്നെ. അവിടെ ഇരിക്കണ്ട, ഓടിപ്പോ, ഓടിപ്പോ. എല്ലാവരും യെസ്. ഉങ്ങളെ കയ്യിൽ എപ്പോഴും എത്താൻ ഇരിക്കുമോ എനിക്ക് தெரியும். യെസ്. പുതിയതാണെങ്കിൽ അത്രയും സന്തോഷം. പുതിയല്ലേ നല്ലത്. പുതിയ തന്നെ ഇരിക്കട്ടെ. ഇന്നത്തെ ആവശ്യത്തിന് പുതിയ തന്നെ ഇരിക്കട്ടെ. യെസ്, പുതിയതല്ലേ. യെസ്, സ്വന്തം തന്നെ ആണല്ലോ, മറ്റുള്ളവരാവരുത്. സ്വന്തം ഹാൻഡ് കർച്ചീഫ് തന്നെ ആയിരിക്കണം. മറ്റുള്ളവരെ പ്രത്യേകം പറയണം. രഞ്ജിത്തിനെ കുറെ ആയി കാണാതെ കേട്ടോ. നാട്ടിലായിരുന്നു അല്ലേ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണ്ടേ, പറഞ്ഞു തന്നേ. ഓക്കെ, ശരി, റൈറ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ, മുമ്പിൽ എല്ലാവരുടെ കയ്യിലും സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പുസ്തകം ഉണ്ടല്ലോ. ഈ വാക്കൊന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പണം ആവശ്യമാണല്ലേ? പണവും സന്തോഷവും സൗഭാഗ്യവും ഒക്കെയല്ലേ വേണ്ടത്? എന്തൊക്കെ വേണം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്തേ. ധനം വേണം, പിന്നെ സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം, സമൃദ്ധി വേണം. എന്തൊക്കെ സാധനങ്ങൾ വേണം? യെസ്, അതൊക്കെ വേണ്ടതൊക്കെ ചോദിച്ചോളൂ. വേണ്ടതൊക്കെ ഇപ്പൊ ചോദിച്ചോളൂ. ആലംബന പറഞ്ഞോളൂ, ചോദിച്ചോളൂ. വേണ്ടതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തു. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ പോകുന്ന ഈ വാക്ക് കൃത്യമായി എഴുതി വെക്കുക. വളരെ ലളിതമായ സംഭവമാണ്. വാട്സ്ആയിട്ട് നിങ്ങൾക്ക് പവർഫുൾ ആയി വരുന്ന സാധനം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇത്രയും സാധനം ഞാൻ എഴുതിക്കോളൂ. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ, സിമ്പിൾ ആൻഡ് പവർഫുൾ ആയ ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഞാൻ ഊർജസ്വലനാണ്. ഞാൻ പണം ആകർഷിക്കുന്ന മാഗ്നറ്റ് ആണ്. ഞാൻ ഊർജസ്വലനാണ്. ഞാൻ പണം ആകർഷിക്കുന്ന മാഗ്നറ്റ് ആണ്. കത്തിക്കുന്നത് ഇത് വേറില്ലല്ലോ. ഇത് ഒന്നിട്ടോ. ഇത് നിങ്ങൾ ചെയ്യേണ്ട സംഭവം, ഇത് എഴുതിയല്ലോ, ഇത് എഴുതി നിങ്ങൾ ബൈ ഹാർട്ട് ആക്കുക. നിങ്ങൾ കൃത്യമായി ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റണം. കൃത്യമായി ഇതുപോലെ ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. എത്ര തവണ വായിച്ചാൽ ഇത് നിങ്ങൾക്ക് നോക്കാതെ ഇരുന്ന് പറയാൻ പറ്റണം. എപ്പോഴും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമാണ്. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല.
നോക്കി വായിക്കാൻ പറ്റില്ല, മനസ്സിൽ നിന്ന് വരണം. അതല്ല മതി, മറ്റേ ചെറുതിൽ നിങ്ങൾ കണ്ണടച്ച് നിന്നാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഞാൻ ഊർജസ്വലനാണ്. ഞാൻ പണം ആകർഷിക്കുന്ന മാഗ്നറ്റ് ആണ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കർച്ചീഫ് എടുക്കുക, ഹാൻഡ് കർച്ചീഫ് എടുക്കുക. എന്നിട്ട് അതിന്റെ 2 ഓപ്പോസിറ്റ് സൈഡുകൾ കൈ പിടിക്കുക. അതായത് നേരെയല്ല, ഇങ്ങനെയല്ല, അതായത് ഓപ്പോസിറ്റ് ആയ അപ്പൊ ഇങ്ങനെ ഫോൾഡ് ആവും സാധനം അല്ലെ? യെസ്, കറക്റ്റ്. ഇങ്ങനെ വെക്കുക. ഇത് കയ്യിൽ പിടിച്ചതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് ഈ സംഭവം കൃത്യമായി 3 തവണ ഇതിലൂടെ പറയുക. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും ഭാഗ്യവും എന്താണോ നിങ്ങൾ പറയാൻ വന്നത് ആ കാര്യങ്ങൾ അതേപോലെ ഇതിനോട് 3 തവണ പറയുക. ഇത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പറയണം. പറഞ്ഞതിന് ശേഷം അതുപോലെ നോർമലി നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുക. പറഞ്ഞതിന് ശേഷം ഇത് നോർമലി ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്ത് കയ്യിൽ എങ്ങനെയാണോ നിങ്ങൾ പോക്കറ്റിൽ പിടിക്കുന്നത് അതുപോലെ കയ്യിൽ പിടിക്കാൻ എങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുക, പോക്കറ്റിലാണ് പോക്കറ്റിൽ പിടിക്കുക. ഓരോ നിമിഷവും നിങ്ങൾ ഈ ടവൽ പുറത്തെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സമയത്തും മുഖം തുടക്കാനായിട്ട് നിങ്ങൾ എടുക്കുമല്ലോ, സ്വാഭാവികമായിട്ട് എടുക്കുമല്ലോ, ചൂടുകാലത്ത് എടുക്കുമോ ആൾക്കാർ, എടുത്തിരിക്കണം. അപ്പം ചോദിക്കും, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരും മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും എടുക്കണം ഈ കർച്ചീഫ്. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പ്രോസസ് ചെയ്യണം. ഓരോ ദിവസവും എടുക്കുക, തുടക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഹാൻഡ് കർച്ചീഫ്, വലിയ തോർത്ത് ഉപയോഗിക്കാം കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തു പോകാത്തവരും തോർത്ത് ഉപയോഗിച്ചോളൂ. പുറത്ത് കുളിക്കാനും മുഖം തുടത്താനൊക്കെ ഉപയോഗിക്കുന്ന തോർത്ത് ഉപയോഗിക്കും. ഓരോ പ്രാവശ്യം ഇത് മുഖത്തോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ പറയണം, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഇത് നമ്മൾ ഓരോ തവണ മുഖം തുടക്കാൻ ഉപയോഗിക്കുമ്പോഴും പറയണം. നാളെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും. ഇതൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഇത്ര മാത്രമേ നിങ്ങൾ പ്രോസസ് ചെയ്യേണ്ടതുള്ളൂ. എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ മാറും. എത്ര തുക എന്നൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം, അതെല്ലാം നമ്മൾ ഗോൾ സെറ്റിംഗ്സ് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതൊക്കെ കൃത്യമായി സെറ്റ് ചെയ്യുക. നാളെ തന്നെ റിസൾട്ട് എടുക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം പ്രോഗ്രാം വരുമ്പോൾ കുറച്ച് കർച്ചീഫൊക്കെ പുതിയ മേടിച്ചു തരാം. ഞാൻ ഇതുപോലെ കൊണ്ടു തന്ന പോലെ എല്ലാവർക്കും ഒരു കർച്ചീഫ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുതരിക. റിസൾട്ട് എടുത്തിട്ട് അതിൽ കാശ് ഉണ്ടാക്കിയിട്ട് വരിക. കാശ് മാത്രമല്ല, നന്മകൾ എല്ലാവർക്കും ആവശ്യമാണ് അല്ലെ? സമൃദ്ധി എല്ലാവർക്കും ആവശ്യമാണ്. സമ്പത്ത് എല്ലാവർക്കും ആവശ്യമാണ്. ഭാഗ്യം എല്ലാ സ്ഥലത്തും നമുക്ക് കടാക്ഷിക്കണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണോ ഞാൻ ഇപ്പൊ പറഞ്ഞത്, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് മാറ്റി എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എഴുതിക്കോളൂ. വീടാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ, ഇത്രയും ഇതുള്ള വീട് ഞാൻ ആകർഷിച്ചെടുക്കുന്നു എന്ന് എഴുതിക്കോളൂ. മാറ്റി എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന വാക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്ക് ഇതിനെ വേണ്ടി പാകപ്പെടുത്തിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് മാറ്റി നിങ്ങളുടെ അഫർമേഷൻസ് മാറ്റി എഴുതാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുക. അത് നിർബന്ധമായിട്ടും മറക്കാതിരിക്കുക. പിന്നെ ഒന്ന്, ദിവസം ഒരു 7 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മിനിമം ഇത് എടുത്ത് ഉപയോഗിക്കുക. കാരണം വെറുതെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ട് കാര്യമില്ല. മിനിമം 7 പ്രാവശ്യം വയ്ക്കുക. 21 ദിവസം കണ്ടിന്യൂസ് ചെയ്യുക. അപ്പൊ 21 ദിവസം കഴിഞ്ഞിട്ടോ വീണ്ടും 21 ദിവസം ചെയ്തോളൂ കേട്ടോ. നിർത്തണ്ട, ലൈഫ് ലോങ് ഉപയോഗിക്കാം. 21 ദിവസത്തെ ഒരു കോഴ്സ്, ഒരു സിസ്റ്റമാണത്. 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു കാര്യത്തിൽ ഉപയോഗിച്ചോളൂ. ഇനി 21 ദിവസം കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമല്ല എന്ന് തന്നെയാണ്. കൃത്യമായി മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റി പൂർണ്ണമായ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ
നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നന്മകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നന്മ എന്നറിയാത്തവൻ എങ്ങനെ സാധിക്കും? എന്റെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് എനിക്കറിയില്ല. അപ്പൊ അത് വരില്ലല്ലോ. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്, എന്താണ് എന്റെ ഭാഗ്യം എന്നൊക്കെ നിർവചിക്കണം, മനസ്സിലാക്കണം. സമ്പത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എന്താണ് എന്റെ സമ്പത്ത് എന്ന് അറിയില്ല. അത് ജോലിയാണോ, മറ്റുള്ളവർക്ക് കടം കൊടുക്കലാണോ, അല്ലെ? അങ്ങനെ ഒരു കഥയുണ്ടല്ലേ, മറ്റുള്ളവർക്ക് സഹായിക്കലാണോ, അല്ലെങ്കിൽ കുറെ സ്വത്ത് മേടിക്കലാണോ, അല്ലെങ്കിൽ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ, നല്ല വീടുണ്ടാക്കുന്നതാണോ? ഇത് സമ്പത്തിന് ഡെഫിനിഷൻ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ച സമ്പത്തിന് ഞാൻ ആദ്യം പറയും ബാങ്കിൽ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുന്നതിന് പറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത റേഞ്ച് മാറുന്നതിന് പറ്റും. അപ്പൊ ഓരോ ആൾക്കും ഓരോ രൂപ വ്യത്യസ്തമായിരിക്കും. അത് ഉണ്ടാവണം നിങ്ങളിൽ. ആ വിഷ്വലൈസേഷൻ കറക്റ്റ് ആവാതെ വർക്ക് ചെയ്യും. വെറുതെ പറയില്ല. അത് ഭാഗ്യം എന്ന് പറയുമ്പോൾ നേരെ ഓർക്കുന്നത് ലോട്ടറി മാത്രമേ ഭാഗ്യമുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ലോട്ടറി ഒരു ഭാഗ്യം മാത്രമാണ്. അങ്ങനെ 100 കണക്കിന് ഭാഗ്യങ്ങൾ വേറെയുമുണ്ട്. ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഫിലോമിനയ്ക്ക് നാളെ പോകുന്ന ഒരു കസ്റ്റമർ എടുത്ത് 2 ഓർഡർ കൂടുതൽ കിട്ടിയാൽ മതി, ഭാഗ്യം റെഡിയായി, അല്ലെ? ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യം വർക്ക് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും റെഡിയാണല്ലേ? അപ്പൊ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി ഒരു റിയാക്ഷൻസ് ഒന്നിട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് എല്ലാവരും നമുക്കിന്ന് പിരിയാം. നല്ലൊരു ഇത് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 or 4 അഫർമേഷൻ വെച്ചോളൂ, 5 വെച്ചോളൂ, 6 വെച്ചോളൂ, എത്ര വെച്ചോളൂ. നിങ്ങൾക്ക് കപ്പാസിറ്റിയിൽ ഈ പറഞ്ഞ കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സാധനം വെച്ചോളൂ. എന്നിട്ട് ഈ റിസൾട്ടുമായി വരിക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ബിസിനസ് പിള്ളേരെ പഠിപ്പിക്കാൻ പോകാറുണ്ട്, അവിടെ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കും സംസാരിക്കണ്ടേ? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തു സംസാരിക്കാൻ. നമസ്കാരം സർ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. സ്റ്റോപ്പ് എല്ലാം മ്യൂട്ട് ചെയ്യണേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പറയാതിരിക്കാൻ പറ്റില്ല. പറയാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ഇതാവില്ല. അത് നിങ്ങൾക്കാർക്കും വായിൽ വെള്ളം ഊറരുത്, ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് പാർസലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേ നമ്മുടെ വനജാദേവി അമ്മ കുറച്ച് അച്ചാറും പിന്നെ അവലൂസ് ഉണ്ടയും കൊടുത്തുണ്ട്. അവലൂസ് ഉണ്ട ഞാൻ ഒന്നേ കഴിച്ചിട്ടു, അതോട് ബാക്കിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോഴാണ് മത്തി അച്ചാർ കഴിച്ചത്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മത്തി അച്ചാർ, അവലൂസ് ഉണ്ടല്ല അരി ഉണ്ടാവും, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മത്തി അച്ചാർ കഴിച്ചിട്ടുള്ളത്. ഞാൻ പൊതുവേ നോൺ വെജിറ്റേറിയൻ അച്ചാർ കഴിക്കാറില്ല. നോൺ വെജ് അച്ചാർ പൊതുവേ ഞാൻ കഴിക്കാറില്ല. പിന്നെ നോൺ വെജിറ്റേറിയൻ കൊടുക്കാൻ ചിന്തിക്കുമ്പോൾ അച്ചാറേ കഴിക്കാത്ത ഒരാളായിരുന്നു. വളരെ എപ്പോഴെങ്കിലും ഇങ്ങനെ അത്യാവശ്യം വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്നാലോ, അല്ലെങ്കിൽ ഇവള് പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കില്ല, അമ്മ ഉണ്ടാക്കി, അവളമ്മ ഉണ്ടാക്കി കൊടുത്തു കൊടുക്കുന്നതായിരിക്കും ഞാൻ ചിലപ്പോൾ തൊട്ട് നോക്കും. വായിൽ വെള്ളം കുറവ് പറയുമ്പോ തന്നെ. അത്രയും നല്ല ഒരു മീൻ അച്ചാർ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് വളരെ താങ്ക് യു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും കൈപുണ്യമുള്ള ഒരാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ബിസിനസ് എന്താ പറയാ, ഒരുപാട് സാധ്യതകളുണ്ട്. നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ബിസിനസ്സിന് വളർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള അതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാർ, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. കൂടുതൽ കഴിച്ചിട്ടില്ല, ജസ്റ്റ് തൊട്ട് നോക്കിയതേ ഉള്ളൂ. ബാക്കി 9 ദിവസം കഴിക്കണം. പിന്നെ ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് 1-2 ആൾ മെസ്സേജ് അയച്ചു, ഞാനും നല്ല കുക്ക് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട്. സ്വാഗതം, നിങ്ങൾക്ക് വീണ്ടും അയക്കാം, ഞാൻ ടേസ്റ്റ് ചെയ്തോളാം. എനിക്ക് യാതൊരു തര പരാതികളില്ല. കഴിയുന്നത് നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി തന്നാൽ അത്രയും സന്തോഷം. കാരണം എനിക്ക് നോൺ വെജിറ്റേറിയൻ അത്ര വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ. വെജിറ്റേറിയൻ ആണ് അത്രയും നല്ലത്. നിങ്ങൾ പാവക്കച്ചാറോ തോരനച്ചോ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് സന്തോഷമാണ്. അപ്പൊ അതൊന്ന് പറയാം. നമ്പർ വേണമെങ്കിൽ ഒന്ന്, സോറി, വനരാജാദേവി ആർക്കെങ്കിലും വിളിച്ചിട്ട് ഓർഡർ ചെയ്യുന്നത് നല്ല പാക്കിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവര് പാക്കിംഗ് ആണ്. നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല സെക്യൂർ ആയിട്ടാണ് സാധനം എത്തിയത്. കാരണം ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ നല്ല സെക്യൂർ ഇല്ലെങ്കിൽ നല്ല പൊട്ടിപ്പോകും സാധനം. അത്രയും നന്നായി പാക്ക് ചെയ്തിരിക്കുന്നു. അത് വളരെ അപ്രീഷിയേഷൻ. അത്രയും സമയം എടുക്കില്ല. അപ്പോ ശ്രദ്ധിക്കുക എല്ലാവരും. ആർക്കെങ്കിലും ഇത് ഹോം മെയ്ഡ് പിക്കിൾസും വരിയുണ്ടൊക്കെ വേണമെങ്കിൽ വനജാദേവിയെ ബന്ധപ്പെട്ടോളൂ. ഞാനത് എന്താ പറഞ്ഞു വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാണ്. പിന്നെ ഒബ്വിയസ്ലി പറയാനുണ്ട്, രണ്ടാമത്തെ നമ്മുടെ ഫേവ് പിക്സ് ഞാൻ പറഞ്ഞിരുന്നു. ഫേവ് സീമ ബാംഗ്ലൂർ എന്നുള്ള സീമയുടെ പ്രൊഡക്റ്റ് ആണ്. അത് ഇതുമായിട്ട് ഞാൻ മറ്റൊന്നും പറയണില്ല അതിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ എപ്പോഴും പറയുമല്ലോ, ക്വാളിറ്റി
ഡസൻ നീഡ് ക്വാണ്ടിറ്റി എന്ന് പറയും. ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലല്ല എന്ന് പറയുന്ന പോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത്രയും ടേസ്റ്റി ആക്കി എടുക്കാൻ പറ്റും എന്ന് സീമ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സീമ എന്റെ ബിസിനസ് സ്റ്റുഡന്റ്, എന്റെ മെന്റൽ സ്റ്റുഡൻസ് ആണ് ബിസിനസ്സിൽ. അതുകൊണ്ട് സീമയുടെ ഒരുപാട് മുമ്പിലോട്ട് സീമയെ കൊണ്ടുപോകാനുണ്ട്. സൂപ്പറായിട്ടും ഇവരൊക്കെ കൈപ്പുണ്യമുള്ള ആൾക്കാരാണ്. നമുക്കത് ആസ്വദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യെസ്, യാ, ഓക്കെ. എന്നാർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാറിനെ കാണാനായിട്ട് എന്താണ് ഞാൻ മീറ്റിംഗ് ഒക്കെ സാറിനെ കാണാനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണുന്നില്ലേ? ഇങ്ങനെയല്ല, എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. പേഴ്സണലായിട്ട് സംസാരിക്കണമെങ്കിൽ ഒന്ന് അഡ്മിന് ബന്ധപ്പെട്ടോളൂ. അപ്പോയിന്റ്മെന്റ് തരും ആ കേട്ടോ. ആ ആ എനിക്ക് അപ്പോയിന്റ്മെന്റ് വരുന്ന ആഴ്ചത്തേക്ക് വേണം. നെക്സ്റ്റ് വീക്കിലൊക്കെ ഉള്ളൂ, ഈ വീക്കില്ല. ഈ വീക്കില്ല, നെക്സ്റ്റ് വീക്കിന് ഫ്രൈഡേക്ക് ശേഷമേ ഉള്ളൂ തോന്നുന്നു. നെക്സ്റ്റ് ഫ്രൈഡേക്ക് ശേഷം ഉണ്ടാവും തോന്നുന്നു. എനിക്ക് ചക്ര മെഡിറ്റേഷൻ ചെയ്യണം. ചക്ര മെഡിറ്റേഷൻ വേണം. ചക്ര മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേഷൻ ഒരു അഡ്മിനോട് സംസാരിച്ചിട്ട് എടുത്തോളൂ. തുടങ്ങുന്ന സമയത്ത് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം. ശരി സാർ, ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. മറ്റാർക്കും എന്താ സംസാരിക്കാനുണ്ടോ? സാറിന്റെ ടേസ്റ്റ് നാട്ടിൽ നിന്ന് ആവുന്ന പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. യെസ്, പറഞ്ഞോളൂ. സന്തോഷം എന്താണ് അൺമ്യൂട്ട് ഹാൻഡ് ചെയ്ത് പറഞ്ഞോളൂ. സാർ, എനിക്ക് പറയാനുള്ളത് ഒരു മിനിറ്റ്. എനിക്ക് 2.5 വർഷം കൊണ്ട് എൻ്റെ ഈ കൈക്ക് പെരുപ്പുണ്ടായിരുന്നു. കാര്യം ബൈക്ക് ഓടിക്കുമ്പോഴും വെള്ളം നനയുമ്പോഴൊക്കെ. ഞാൻ ഇന്നലെ എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ മകളെ വിളിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോകുന്നത്. ഞാൻ സാധാരണ കാറിലാണ് പോകുന്നത്. ഇന്നലെ ബൈക്ക് എടുക്കണം തോന്നുന്നു. സാറേ, എന്താണെന്നറിയില്ല, പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൈയുടെ പെരുപ്പ് എവിടെ പോയെന്നറിയില്ല. ഇന്ന് കുളിച്ചപ്പോൾ പ്രശ്നമില്ല. ഒരു വലിയ അതിശയമായിട്ടു എൻ്റെ കൈ പെരുപ്പ് മരപ്പ് എല്ലാം നിശേഷം മാറി. 4 മണിക്കൂറാണ് ബൈക്ക് ഓട്ടിച്ചത്. പക്ഷെ ഒരു വിഷമം ഉണ്ടായില്ല. അതൊരു വലിയ അത്ഭുതമായിരുന്നു. അത് ഞാൻ സാറ് പറഞ്ഞ പോലെ 8 അഫർമേഷൻ എഴുതിക്കൊണ്ടായിരിക്കുന്നത് എന്താണെന്നറിയില്ല. ഞാൻ സാറിനോട് അങ്ങേറ്റം നന്ദി പറയുകയാണത്. താങ്ക് യു സാർ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് മാറും. അത് സാറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് മാറി. When your energy is changing, your whole body get changed. ഓക്കെ, മാറ്റമുണ്ടോ? കുറച്ചും കൂടി സാറിനോട് ഫോക്കസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവാം. ശരി, ഓക്കെ സാർ, താങ്ക് യു സാർ. യെസ്, ഫിലോമിന മാം പറഞ്ഞോളൂ. നമുക്ക് മറ്റേ ക്ലാസ്സിന്റെ സമയമായി. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അത്യാവശ്യമുള്ളവർ സംസാരിക്കാതെ പറഞ്ഞോളൂ. പിന്നെ സാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിലോമിനന്റെ പേര് പറയുന്നതുകൊണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു വിളി വന്നു. കേൾക്കുന്നുണ്ട് സാറ്? കേൾക്കുന്നത്. ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില് ഫിലോമിന എന്നൊരു പേര് പറയുന്നുണ്ട്. അത് നിന്റെ പേരാണോ എന്ന് ചോദിച്ചിട്ട്. ആള് എന്റെ ചേച്ചിയാണ്, അവള് ബാംഗ്ലൂരാണുള്ളത്. അപ്പൊ ചേച്ചിയോട് ഞാൻ ഈ പ്രോഗ്രാമിനെ പറ്റി പറയണം എന്നൊക്കെ വിചാരിച്ച് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവൾ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവള് സാറിന്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഫിലോമിനാന്ന് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ വീഡിയോ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ അന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അപ്പൊ ഒത്തിരി സന്തോഷമായി. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാണ്. അപ്പൊ സാറ് നീ സംസാരിക്കുകയാണെങ്കിൽ എന്നെ പറ്റി പറയണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ആളെ പേര് കൂടി പറഞ്ഞു എന്നാലേ അറിയുള്ളൂ. ആനീസ് എന്നാണ് പേര്. എന്റെ സ്വന്തം ചേച്ചിയാണ്, ബാംഗ്ലൂരാണ്. കുറെ നാളായിട്ട് വിളിയും പറച്ചിലൊന്നും എല്ലാം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് വേറെ ഒരു സന്തോഷം. ഇപ്പൊ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവള് സ്വയം കണ്ടെത്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ എനിക്ക് സന്തോഷമായി. പിന്നെ എന്താ പറയാ, അപ്പൊ താങ്ക് യു സാർ. ആ സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ശരി, മറ്റൊന്നുമില്ല എന്ന പിരിയാണേ, നമുക്ക് മറ്റേ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ശരി, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ടവൽ ടെക്നിക്ക് ഉപയോഗിക്കുക, എന്നിട്ട് റിസൾട്ടുമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.